നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയെ കുറിച്ചാണ്. കണ്ണപ്പ. പ്രഭാസും മോഹൻലാലും അക്ഷയ് കുമാറും ഒക്കെ ഒന്നിക്കുന്ന ഈ സിനിമയുടെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ കണ്ണപ്പ? പേര് കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ ഭക്തിപ്പടമാണെന്ന് തോന്നരുത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ സാധ്യതയുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ഫാന്റസി ആക്ഷൻ പാൻ ഇന്ത്യൻ ചിത്രമാണിത്. ശിവഭക്തനായ കണ്ണപ്പയുടെ ഐതിഹ്യമാണ് സിനിമയുടെ ഒരു സെറ്റപ്പ്. ഒരു സാധാരണ വേട്ടക്കാരനായിരുന്ന തിന്നൻ എങ്ങനെയാണ് കടുത്ത ഭക്തിയിലൂടെ കണ്ണപ്പയായി മാറുന്നത് എന്നതാണ് കഥ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മൾ കേട്ടുപരിചയിച്ച കഥയെ ഒരു ഗംഭീര ദൃശ്യാനുഭവമാക്കി ഹോളിവുഡ് ലെവലിലൊക്കെയാണ് സിനിമ എന്നാണ് കൊച്ചിയിൽ നടന്ന ഓഡിയോ ലോഞ്ചിൽ നിന്നും എനിക്ക് മനസ്സിലായത്, എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 300 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബാഹുബലി, RRR പോലുള്ള സിനിമകളുടെ കണത്തിലേക്ക് വരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണിത്. ലോകോത്തര നിലവാരത്തിലുള്ള വിഷ്വൽ എഫക്ട്സിനും ആക്ഷൻ രംഗങ്ങൾക്കുമായി കോടിക്കണക്കിന് രൂപയാണ് നിർമ്മാതാവായ മോഹൻ ബാബുവും നായകനായ വിഷ്ണു മഞ്ജുവും മുടക്കിയിരിക്കുന്നത്. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പുരാണ കഥകളുടെ പുനരാവിഷ്കരണം മാത്രമല്ല, ഭക്തിക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ വലിയൊരു വിശ്വാസം കൊണ്ട് എങ്ങനെ ദൈവത്തിന്റെ പോലെ അത്രയും പവറുള്ള ആളായി മാറുന്നു എന്നാണ് സിനിമ പറയുന്നത്. സ്നേഹം, ത്യാഗം, സമർപ്പണം എന്നിവയുടെ എല്ലാം കഥയാണ് കണ്ണപ്പ. തന്റെ കണ്ണ് പോലും ഭഗവാന് സമർപ്പിക്കാൻ തയ്യാറായ കണ്ണപ്പയുടെ കഥയെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഫാന്റസി അഡ്വഞ്ചർ പോലെയാണ് ഒരുക്കുന്നത്. എന്തായാലും ബാഹുബലിയൊക്കെ പോലെ ഒരു സിനിമയായിരിക്കും. ആ ഒരു മാതിരി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇനി ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് വരാൻ കാരണമായ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ടൈറ്റിൽ റോളില്, അതായത് കണ്ണപ്പയായി എത്തുന്നത് തെലുങ്ക് താരം വിഷ്ണു മഞ്ജുവാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് ഇത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ സിനിമയിലെ നിർമ്മാതാവും നടനുമായ മോഹൻ ബാബുവിന്റെ മകനാണ്. ആള് കേരളത്തിൽ അത്ര ഫേമസ് അല്ല, നമുക്കറിയാവുന്ന കാര്യമുള്ള ആൾ അത്ര വലിയ പരിചയമൊന്നുമില്ല. മോഹൻ ബാബുവിനെ പോലും നമുക്ക് ട്രോളുകളിലൂടെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ ഈ സിനിമയോട് ഇത്രയും പ്രതീക്ഷ വരാൻ കാരണം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ മാത്രമാണ്. ഈ ഒരു കാരണം മാത്രമാണ് അതിന് പിന്നിലുള്ളത്. ലാലേട്ടനെ സംബന്ധിച്ച് ഈ ഒരു കൊല്ലം 2025 ഏകദേശം 500 കോടി കളക്ഷൻ നേടിയ 2 സിനിമകളും ലാലേട്ടൻ തന്റെ പ്രതാപം തിരിച്ചു പിടിച്ച കൊല്ലവുമാണ്. ആ ഒരു കൊല്ലം തന്നെയാണ് ഈ കണ്ണപ്പ എന്ന പാൻ ഇന്ത്യൻ സിനിമ വരുന്നത്. പുരാണത്തിലെ ശക്തമായ കഥാപാത്രമായ കിരാതന്റെ റോളിലാണ് അദ്ദേഹം എത്തുന്നത്. സിനിമയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന കഥാപാത്രമായിരിക്കും ഇത്. ഇതിൽ കിരാതൻ എന്ന് പറയുന്നത് പരമശിവന്റെ തന്നെ ഒരു അവതാരമാണ്. ബോളിവുഡിന്റെ അക്ഷയ് കുമാർ എത്തുന്നത് സാക്ഷാൽ പരമശിവന്റെ വേഷത്തിലാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു റോളായിരിക്കും ഇത്. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പ്രഭാസ് ശിവന്റെ വാഹനമായ നന്ദിയുടെ വേഷത്തിലും എത്തുന്നു. ഈ 3 സൂപ്പർ താരങ്ങളും ഒരുമിച്ച് ഒരു സിനിമയിൽ, അതും പുരാണ കഥാപാത്രങ്ങളായി വരുമ്പോൾ ഉണ്ടാകുന്ന ഓളം ചെറുതായിരിക്കില്ല. ഇനി ഈ സിനിമയിൽ കാജൽ അഗർവാൾ, ശരത് കുമാർ, പ്രീതി മുകുന്ദൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കണ്ണപ്പ ഒരു സിനിമ എന്നതിലുപരി ബാഹുബലിയൊക്കെ പോലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. അതൊരു അത്രയും നല്ലൊരു ദൃശ്യവിസ്മയം ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും 2025 ജൂൺ 27 വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെ 6ഓളം ഭാഷകളിലാണ് റിലീസ്. ആശീർവാദ് സിനിമാസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ആശീർവാദിന് എന്തായാലും ഈ കൊല്ലം നല്ല ഒരു കോളാണ്. എമ്പുരാൻ കഴിഞ്ഞു, ഇപ്പോൾ കണ്ണപ്പ വന്നു. എന്തായാലും സിനിമ വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം.